ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ ഉള്ള വചനങ്ങൾ. ഇതിനുശേഷം യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വിളംബരം ചെയ്തുകൊണ്ട് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും യാത്ര ചെയ്തു. യേശുവിനോടൊപ്പം 12 ശിഷ്യന്മാരും ദുരാത്മാക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിച്ച ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരിൽ മഗ്ദലക്കാരി എന്ന് വിളിക്കപ്പെട്ടിരുന്നവളും 7 ഭൂതങ്ങൾ വിട്ടുപോയവളുമായ മറിയയും ഹെരോദാവിൻ്റെ കാര്യസ്ഥനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്നയും സൂസന്നയും മറ്റു പല സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു. ഈ സ്ത്രീകൾ തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും സഹായിച്ചു കൊണ്ടിരുന്നു. കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വിളംബരം ചെയ്തുകൊണ്ട് യാത്ര ചെയ്തത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമാണ്. ഗ്രാമങ്ങളെ കർത്താവ് ഒരിക്കലും ഒഴിവാക്കിയിരുന്നില്ല. പട്ടണങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചല്ലായിരുന്നു കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. സകല മനുഷ്യരും, പട്ടണങ്ങളിൽ താമസിക്കുന്നവരും താഴ്വരകളിൽ താമസിക്കുന്നവരും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കണം എന്ന് യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് പലരും പട്ടണങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തെറ്റൊന്നുമില്ല. എന്നാൽ ഗ്രാമങ്ങളും അതുപോലെ ഉൾപ്രദേശങ്ങളും സുവിശേഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. പലപ്പോഴും പലരും ഗ്രാമങ്ങളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും പോകാത്തതിൻ്റെ കാരണം പട്ടണങ്ങളിലുള്ള അത്ര സുഖസൗകര്യങ്ങൾ അവിടെ ഇല്ലായിരിക്കാം, വരുമാന മാർഗങ്ങൾ കുറവായിരിക്കാം. അതുകൊണ്ട് പലപ്പോഴും ഗ്രാമങ്ങളും ഉൾപ്രദേശങ്ങളും ഇപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. എന്നാൽ യേശുവിൻ്റെ മാതൃക പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലായിടത്തും ദൈവരാജ്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ യാത്ര ചെയ്ത കർത്താവ് നമുക്ക് മാതൃകയാണ്. യേശു തനിയല്ല, യേശുവിൻ്റെ കൂടെ ഒരു ടീമുണ്ടായിരുന്നു. കർത്താവ് മറ്റുള്ളവരെ കൂടെ കൊണ്ടു നടക്കുകയും അവരെ ശുശ്രൂഷയിൽ വളർത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ വായിച്ചത്. യേശുവിനോടൊപ്പം 12 ശിഷ്യന്മാരും, അവർ മാത്രമല്ല, ദുരാത്മാക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിച്ച ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. എത്രയോ അനുഗ്രഹമാണ്. ഈ സ്ത്രീകൾക്കും ഉണ്ടായ ആത്മീയ അനുഭവം അവർ യേശുവിനെ സാക്ഷിക്കുന്നതിൽ വളരെ ഉത്സാഹമുള്ളവരായിട്ട് മാറി. അവർ രോഗങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും സൗഖ്യം പ്രാപിച്ചവരാണ്. അവരുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് തികച്ചും പ്രയോജനപ്രദമായിരുന്നു. രോഗങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച എത്രയോ ആളുകൾ ഇന്നും നിശബ്ദരായിരിക്കുന്നു, മൗനമായിരിക്കുന്നു. കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത് കർത്താവിനെ സാക്ഷിക്കേണ്ട പ്രിയപ്പെട്ടവർ നിശബ്ദമായിരിക്കുന്നത് ഒട്ടും ഉചിതമല്ല. അവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മഗ്ദലക്കാരി എന്ന് വിളിക്കപ്പെട്ടിരുന്നവളും 7 ഭൂതങ്ങൾ വിട്ടുപോയവളുമായ മറിയയും ഹെരോദാവിൻ്റെ കാര്യസ്ഥനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്നയും സൂസന്നയും മറ്റു പല സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു. സഹോദരിമാരുടെ മാതൃക എത്ര അനുകരണീയമാണ്. അവിടെ രാജകൊട്ടാരത്തിൽ ജോലിയുണ്ടായിരുന്ന ഹെരോദ രാജാവിൻ്റെ കാര്യസ്ഥനായിരുന്ന കൂസയുടെ ഭാര്യ യോഹന്ന, ആ സ്ത്രീയും മറ്റുള്ളവരോട് ചേർന്ന് ശുശ്രൂഷിപ്പാൻ മനസ്സ് കാണിച്ചവളാണ്. എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. ദുരാത്മാക്കൾ വിട്ടുപോയവരും യേശു സൗഖ്യം കൊടുത്തവരും ഒക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, ഈ സ്ത്രീകൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ സമ്പാദ്യം കൊണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും സഹായിച്ചു കൊണ്ടിരുന്നു. അവരെത്രയോ വലിയ ശുശ്രൂഷയാണ് ചെയ്തത്. അവർക്ക് സ്റ്റേജുകളിൽ പ്രസംഗിക്കുവാനുള്ള അവസരം ഒരുപക്ഷെ ലഭിച്ചു കാണുമായിരുന്നില്ല. എങ്കിലും കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത് കർത്താവിനെയും ശിഷ്യന്മാരെയും അവരുടെ സമ്പാദ്യം കൊണ്ട് സഹായിച്ചു കൊണ്ടിരുന്നു. ഇത് വലിയൊരു മാതൃകയാണ്. ഇന്നും ഇങ്ങനെയുള്ള സഹോദരിമാർ എഴുന്നേൽക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വളരെ ആവശ്യമാണ്. അവർക്ക് ലഭിച്ച സമ്പാദ്യം, അവർ സ്വരുക്കൂട്ടി വെച്ചിരുന്ന നിക്ഷേപം,
ഭാവിക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഒക്കെ സമ്പാദിച്ചു വെച്ചതായിരിക്കാം. പക്ഷേ ആത്മാക്കളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കിയപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എത്തണമെന്നുള്ള ആത്മഭാരം അവർക്കുണ്ടായപ്പോൾ, തങ്ങളുടെ സമ്പാദ്യം കർത്താവിനും ശിഷ്യന്മാർക്കും നൽകി ഈ മിനിസ്ട്രിയെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഒരുക്കിയായിരുന്നു. പോയി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും നമുക്ക് ഈ നിലയിൽ ദൈവത്തിൻ്റെ വേലയെ സഹായിപ്പാൻ തീർച്ചയായും സാധിക്കും. അത് ആദിമ നൂറ്റാണ്ടിലെ യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് നാം എല്ലാവരും കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത് ദൈവം തന്ന അനുഭവങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് സാക്ഷ്യത്തിലൂടെയും ദൈവം തന്ന ഭൗതിക നന്മയിലൂടെയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു ചെറിയ ജീവിതത്തിൽ യേശുവിൽ നിന്ന് അനുഭവിച്ചതായ അനുഗ്രഹങ്ങളും യേശുവിൽ നിന്ന് പ്രാപിച്ചതായ വചനങ്ങളും രക്ഷയുടെ മഹത്വവും മാത്രമല്ല, കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത് ജീവിതത്തിൽ കൂട്ടിവെച്ചിരുന്ന സമ്പാദ്യം അതിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുത്തും മിനിസ്ട്രിയെ സഹായിച്ചു മുന്നോട്ട് പോകുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ